പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. 27-ാം തീയതി ഹൈറിച്ചിൻ്റെ ബഡ്സ് വിഷയത്തിൽ നടന്ന വിധി, ആ വിധിയോടെ ഹൈറിച്ച് കേന്ദ്രങ്ങളൊക്കെ ശോകമുഖമായതും അതിനുശേഷം അതുവരെ അതിൻ്റെ ന്യായീകരണങ്ങൾ നടത്തിയിരുന്ന ആളുകളൊക്കെ പിൻവാങ്ങിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും കോടതിയുടെ വിധിപ്പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. 24 പേജുള്ള ബൃഹത്തായിട്ടുള്ള കോടതിയുടെ വിധി ഓൾമോസ്റ്റ് ഞാൻ ഫുള്ള് വായിച്ചു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ വിഷയത്തിൽ കോടതി നടത്തിയിട്ടുള്ള കോടതിയുടെ വ്യക്തമായിട്ടുള്ള നിരീക്ഷണം, ഇത് ഇവർ ചെയ്തിരുന്നത് ഇല്ലീഗൽ ബിസിനസ് ആണെന്നും മണി ചെയിൻ ആണെന്നും എന്നൊക്കെയുള്ള കോടതിയുടെ വ്യക്തമായ നിരീക്ഷണം, അതുമാത്രമല്ല എതിർഭാഗത്തിന് വ്യക്തമായിട്ടുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, ഇവർക്ക് വാദിക്കാനുണ്ടായത് ഒറ്റ വിഷയത്തിൽ മാത്രമാണ്. ബഡ്സ് അതോറിറ്റി എടുത്തിട്ടുള്ള ആ ഒരു കാലയളവിൽ വന്നിട്ടുള്ള ചെറിയ ഒരു മാറ്റം, അത് മാത്രമാണ് ഇവർക്ക് വാദിക്കാൻ സാധിച്ചത്. അതിനപ്പുറത്തേക്ക് ഇത് മണി ചെയിൻ അല്ല എന്നും ഞങ്ങൾ നടത്തിയിരുന്നത് ഒരു ജെനുവിൻ ബിസിനസ്സാണെന്നും ഞങ്ങളുടെ റവന്യൂ അത് വളരെ വ്യക്തമായിട്ടുള്ള സോഴ്സിൽ നിന്നുമാണ് എന്നും തെളിയിക്കാൻ ഇന്നേ വരെ ഹൈറിച്ചിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ നമ്മുടെ സമൂഹത്തിലെ ഒരു തിന്മയായിട്ടുള്ള ഈ മണി ചെയിനുകളെ അതിനെ തുളച്ചു നീക്കുവാൻ വേണ്ടി ഇനി തീർച്ചയായിട്ടും ഭാവിയിൽ ഈ ഒരു വിധി, കോടതിയുടെ വിധി, അതൊരു വലിയ മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊന്ന്, ഈ ഹൈറിച്ചിൻ്റെ ഭാഗത്തു നിന്ന് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവർക്ക് അപ്പീൽ പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഏകദേശം ഈ വിധിയിൽ തന്നെ കോടതി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വിധിയുമായിട്ട് ഇവർ ഹൈക്കോടതിയിൽ പോകുമ്പോൾ അവർക്ക് എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കും. കാരണം ഈ ഒരു കേസിൽ ഇവർ മണി ചെയിൻ അല്ല, ഇവർക്ക് ഒറ്റ ഒരു സംഭവം മാത്രമാണ്. ഈ ഒരു വിഷയത്തിലൂടെ ആ ബഡ്സ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി അവർക്ക് അവരുടെ ഫണ്ട് റിലീസ് ചെയ്യാനുള്ള ശ്രമം മാത്രമാണ് ഹൈറിച്ച് നടത്തിയത്. അതല്ലാതെ അവർ ഒരു രീതിയിലും മണി ചെയിൻ അല്ല എന്നും അവർ ചെയ്യുന്നത് ഒരു റിയൽ ബിസിനസ് ആണ് എന്നും തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ ഒരു വിഷയവുമായിട്ട്, ഈ ഒരു വിധിയുമായിട്ട് ഹൈക്കോർട്ടിലേക്ക് അല്ലെങ്കിൽ മുതിർന്ന കോടതികളിലേക്ക് അപ്പീലിന് പോകുന്ന ഹൈറിച്ചുകാരെ സംബന്ധിച്ചിടത്തോളം കഷ്ടമാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവർക്ക് അത് ഈ രാജ്യത്തിൻ്റെ നിയമം നൽകുന്ന അവകാശമാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും അപ്പീൽ പോകാനൊക്കെ സാധിക്കും. അത് അവർക്ക് വിജയിച്ചു വരാൻ സാധിക്കുമോ അല്ലയോ എന്നുള്ളത് മറ്റുള്ളൊരു കാര്യം. മറ്റൊന്ന്, ഈ ഹൈറിച്ച് എന്നുള്ളത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഹൈറിച്ച് പോലെ നിരവധി മണി ചെയിനുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ക്രിപ്റ്റോ എന്ന പേരിൽ അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ്സൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ പണം ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുക, അത് സ്പ്ലിറ്റ് ചെയ്യുക, അതിനുശേഷം ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഇത്ര കിട്ടി, അവർക്ക് ഇത്ര കിട്ടി, അവർ ഇത്ര ഏൺ ചെയ്തു എന്നൊക്കെ കാണിച്ചുകൊണ്ട് വലിയ പരസ്യം നൽകുക, അതിലൂടെ വീണ്ടും ആളുകളെ ആകർഷിക്കുക, ഇത് കണ്ണികളായി പോവുക. ഇതുണ്ടാക്കിയവരും മുകളിൽ തട്ടി നിൽക്കുന്ന ആളുകളും കോടികൾ സമ്പാദിക്കുക. അവസാനങ്ങളിൽ വന്നിട്ടുള്ള ഹതഭാഗ്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഒന്നുമില്ലാതെ അവരുടെ മുടക്ക് മുതലും ലാഭവുമില്ലാതെ ഈ വിഷയത്തിൽ അഡപടലം അവർക്ക് നഷ്ടം സംഭവിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണി ചെയിനുകൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കോടതിയുടെ ഈ ഒരു വിധിപ്പകർപ്പ് എന്തുകൊണ്ടും വലിയ ആശ്വാസവും മുതൽക്കൂട്ടും, ഇത് വലിയ ആത്മവിശ്വാസവുമാണ് തരുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കോടതി നടത്തിയിട്ടുള്ള ഈ വ്യക്തമായിട്ടുള്ള നിരീക്ഷണം, ഹൈറിച്ചിൻ്റെ ക്യാമ്പുകളിൽ പടർത്തിയിട്ടുള്ള നിരാശ അത് ചെറുതല്ല. കാരണം ഇതിപ്പോഴും തിരിച്ചു വരുമെന്നും ഇത്തരം ഒരു മണി ചെയിൻ ഇവിടെ പ്രവർത്തിക്കുമെന്നൊക്കെ ഇപ്പോഴും ഇത് വലിയ വായിൽ പറയുന്നവരാണ് ഹൈറിച്ചുകാർ. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള മണി ചെയിനുകൾ ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഒരു നിയമ തടസ്സവുമില്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിന് മറ്റൊരു ബിസിനസ്സിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ ഇവർ പറയുന്ന പ്രകാരം ഇത് റിയൽ ബിസിനസ് ആണെങ്കിൽ, ഇത്ര കണ്ട് ഇൻകം ലഭിക്കുന്ന, ഇത്ര കണ്ട് വരുമാനം ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ് ഇത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തിനൊന്നും മറ്റൊരു വിഷയങ്ങളിലേക്കും കടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. കാരണം അത്രയും വലിയ പ്രോഫിറ്റാണ് ഈ ഒരു വിഷയത്തിലൂടെ ചെയ്യപ്പെടുന്നത്. പക്ഷേ എങ്കിലോ ഈ ഒരു ബിസിനസ് എങ്ങനെയാണ് ഇതിലേക്ക് ഇൻകം വരുന്നത് എന്ന കാര്യത്തിൽ ഇവർക്ക് ആർക്കും
ഒരു മറുപടിയും ഇല്ലതാനും. ഒരു പ്രൂഫും കോടതിയിൽ ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഇവർ പറയുന്നു ഇത് ജെനുവിൻ ബിസിനസ്സാണെന്ന്. ഹൈറിച്ച് ഒരു ഭാഗത്ത് അസ്തമിക്കുമ്പോൾ കോർട്ടിൻ്റെ വിധി വന്ന ആ ദിവസം തന്നെ ഈ തട്ടിപ്പിൻ്റെ മുഖ്യധാരയിലുള്ള ദമ്പതികളായിട്ടുള്ള പ്രതാപനും പത്നി ശ്രീനയും അന്ന് തന്നെ ഒരു ലൈവ് വന്നുകൊണ്ട് നമുക്ക് വീണ്ടും ഈ സംഭവം തിരിച്ചു കൊണ്ടുവരണമെന്നും എല്ലാവരും സഹകരിക്കണമെന്നൊക്കെ ഇത്ര ആർജവത്തോടെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആരാണ് പ്രൊട്ടക്ഷൻ നൽകുന്നത് വലിയൊരു ചോദ്യമാണ്. അവർക്കിപ്പോഴും നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്നുണ്ടോ? ഇത്ര വലിയൊരു തട്ടിപ്പിലെ മുഖ്യ കണ്ണികളായിട്ടുള്ള കോടതി പോലും മണി ചെയിനാണ് ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സൂം മീറ്റിലൊക്കെ വന്ന് പറയാൻ സാധിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. എന്തൊക്കെയാവട്ടെ, മണി ചെയിനുകൾ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ വലിയ തിന്മയാണ്. മണി ചെയിൻ എന്നുള്ളത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒന്നാണ്. മണി ചെയിൻ എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടും മണി ചെയിനുകൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കോടതിയുടെ ഈ വിധി എന്തുകൊണ്ടും നമ്മെപ്പോലുള്ളവർക്ക് വലിയ ആശ്വാസമാണ്. ഇത് സമ്മാനിക്കുന്നത് നമ്മളെ പോലെയുള്ളവർക്ക് വലിയ ആത്മവിശ്വാസമാണ്. കോടതിക്ക് ആവശ്യമായിട്ടുള്ള വ്യക്തമായ തെളിവുകൾ നൽകി ഇതൊരു മണി ചെയിനാണെന്ന് വിധിക്കാൻ കോടതിയെ സഹായിച്ച സർക്കാർ ഭാഗത്തു നിന്നുള്ള വാദിഭാഗം വക്കീൽ PP അഡ്വക്കേറ്റ് സിനിമോൾ അവരും ഈ ഒരു വിഷയത്തിൽ പ്രശംസ അർഹിക്കുന്നു. കാരണം വള്ളി പുള്ളി തെറ്റാതെ അവർ നൽകിയിട്ടുള്ള അവർ വാദിച്ചിട്ടുള്ള ഈ വലിയ വാദമാണ് സ്വാഭാവികമായിട്ടും ഇത്ര നല്ലൊരു വിധി വരാൻ കാരണമായത് എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.